അപ്പോൾ ഡിലൈറ്റിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഫോൺ അങ്ങനെ ചേഞ്ച് ആക്കി. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി ഫോണിൽ ഈ ഒരു ഫോണിൽ എടുത്ത വീഡിയോയും അതുപോലെ ഇതിൻ്റെ നമ്മൾ പുതിയ മൈക്ക് വഴി എടുത്ത ഓഡിയോയും നിങ്ങളെ അവസാനത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. നമുക്ക് S25 Ultra എന്ന് പറഞ്ഞ മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളറ് ബ്ലാക്ക് കളറിലുള്ള ഒരു വേരിയൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ചെക്ക് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് വേണമെങ്കിൽ Type C പോർട്ട് ഉണ്ട്, പിന്നെ സിമ്മിനുള്ള ഏരിയ ഉണ്ട്, പിന്നെ സ്പീക്കർ ഉണ്ട്, പിന്നെ S Pen സ്റ്റൈലസ് ഉണ്ട്. വലതുവശത്തായിട്ട് വോളിയം ബട്ടൺ ഉണ്ട്, പിന്നെ പവർ ബട്ടൺ ഉണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ പവർ ബട്ടൺ വരുന്നുണ്ട്. മുകളിലായിട്ട് സെക്കൻഡറി മൈക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡ്യുവൽ മൈക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രത്യേകിച്ച് ബട്ടണോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രീനാണ്. എഡ്ജസ് എല്ലാം തന്നെ വളരെ ഫ്ലാറ്റാണിത്. നമ്മൾ നേരത്തെ അവസാനത്തെ ഒരു ഐഫോൺ സീരീസൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വന്നിരുന്ന ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഇതാണ് ഇതിൻ്റെ ക്യാമറ ലെൻസൊക്കെ വരുന്നത്. നമുക്ക് ഏകദേശം ഇതിനകത്ത് 4 ക്യാമറ ഒരു ലെൻസ് അങ്ങനെയാണ് വരുന്നത്. അതിനകത്ത് നമ്മൾ ഇതെല്ലാം തന്നെ ഗ്ലാസ് എല്ലാം പ്രൊട്ടക്ഷൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തന്നെയാണ് അതെല്ലാം ഒട്ടിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഒരു ഗ്രില്ല് തന്നെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അവിടെ നമുക്ക് ഒരു കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൈക്ക് വരുന്നുണ്ട്. Type C ആയിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ 6.9 ഇഞ്ചിൻ്റെ LTPO AMOLED സ്ക്രീനാണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൻ്റെ നമുക്ക് കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ഇതിൻ്റെ സ്ക്രീനിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഫിംഗർ പ്രിൻ്റ് അതിൻ്റെ ടച്ച് വരുന്നത്. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യും. അത് നല്ല ഒരു ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് കിട്ടും. പിന്നെ എഡ്ജസ് എല്ലാം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു സ്ക്വയർ ടൈപ്പിലാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഐഫോണിൽ വരുന്നത്. ഐഫോണിലെല്ലാം തന്നെ ഒരു ഓവൽ ഷേപ്പ് ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഗെയിമൊക്കെ ചെയ്യണ സമയത്ത് ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ആ ഒരു വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ഇൻബിൽറ്റ് സാംസങ് വാലറ്റ് വരുന്നുണ്ട്. നമ്മൾ വാങ്ങിയിരിക്കുന്ന TDRI വേർഷനാണ്, UAE വേർഷനാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. പിന്നെ അത് ഇൻബിൽറ്റ് നമുക്ക് വാലറ്റ് സാംസങ് വാലറ്റാൻ വരുന്നുണ്ട്. ഇനി നമുക്കിപ്പോൾ യൂട്യൂബൊക്കെ ജസ്റ്റ് ഓപ്പൺ ആക്കുവാണെങ്കിൽ ജസ്റ്റ് നമുക്കൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്യൂ കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു ഫ്ലാറ്റ് സർഫേസിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കവറൊന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോണിന് ചെറിയൊരു പിടപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡോട്ട് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ അങ്ങനെ വീഡിയോനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും വരുന്നില്ല. നമുക്ക് ഫുൾ സൈസിൽ നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാൻ പറ്റും. സ്ക്വയർ ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറേൻ്റെ ആ ഒരു ജസ്റ്റ് ആ ഒരു ഒറ്റ ഡോട്ട് മാത്രമാണ് നമുക്ക് അവിടെ കാണാനായിട്ടുള്ളൂ. അപ്പോൾ ആ സിനിമയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും അതുപോലെ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോഴും ഗെയിം കളിക്കുമ്പോഴൊക്കെ നമുക്ക് ഇതേ രീതി തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ പിടയ്ക്കും. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ വെച്ചാൽ പിടയ്ക്കുന്നുണ്ട്. തിരിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഇതിൻ്റെ ക്യാമറേൻ്റെ ആ ഒരു ബമ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഫോൺ അങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കവറൊക്കെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കവറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്കിതിനകത്ത് 4 ക്യാമറ വരുന്നുണ്ട്. ഒരു മേജർ ക്യാമറ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടച്ച് റെസ്പോൺസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ ആ ഒരു UAയുടെ ഒരു ബെനിഫിറ്റാണ്. നല്ല ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഒരു ഫുൾ HD വീഡിയോ നമുക്ക് യൂട്യൂബ് എടുത്ത് ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഇത് ഫുൾ സ്ക്രീനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഒരു കോർണറും വളരെ എഡ്ജെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നമുക്കൊരു സിനിമയെ കാണുമ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം തന്നെ വളരെയായിട്ട് കിട്ടും. കാരണം നമുക്കൊരു ഐഫോണിലുള്ള പോലെ ഡൈനാമിക് ഐലൻഡ് അങ്ങനെ ആ ഒരു അത്രയും പോർഷനൊന്നും പോകുന്നില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ഫോണിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് മറ്റേ ഫോണിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നമുക്ക് നോർമൽ സൈസിലേക്ക് മാറ്റുവാണെങ്കിൽ ഈ രീതിയിൽ കിട്ടാം. നമുക്ക് സൂം ചെയ്തിട്ട് എത്ര വേണമെങ്കിലും സൂം ചെയ്ത് നമുക്ക് ഒരു കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ നമുക്ക് കാണുന്ന സമയത്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക്
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വോബിളിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് കണ്ടോ. അതിനകത്ത് ഫോൺ ഇങ്ങനെ നമ്മൾ കവർ ഇടാണ്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം. ഇപ്പോൾ എല്ലാവരും കവറൊക്കെ ഇട്ടതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വലിയ കാര്യമാവില്ല എന്നാണ് തോന്നണത്. കാരണം നമ്മളെല്ലാ ഫോണിലും കവറൊക്കെ ഇട്ടിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. നമുക്ക് വീഡിയോൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു രീതിയിലായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ക്വിക്കായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യും. നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്കിന്നെ ക്വിക്കായിട്ട് റെസ്പോൺസ് ചെയ്യും. ഇനി ആപ്ലിക്കേഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ഡിലേ കാര്യങ്ങളൊന്നുമില്ല. കാരണം അതിന് 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്വിക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് എല്ലാം കിട്ടും. ക്യാമറയാണെങ്കിലും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് സൂം ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഒരു ക്യാമറയാണ് ഇതിന് സാംസങ് നൽകിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്കങ്ങനെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ആവശ്യമുള്ള എല്ലാ ആപ്ലിക്കേഷനും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഫോൺ നല്ല ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻസ്റ്റ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ക്വിക്കായിട്ട് തന്നെ വീഡിയോസ് എല്ലാം തന്നെ സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റും. നമ്മളിപ്പോൾ മൊബൈൽ ഡേറ്റയിലാണ് ഉപയോഗിക്കുന്നത്, എന്നിട്ടും ഇത്ര ഫാസ്റ്റായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്കിനി ജസ്റ്റ് വൈഫൈയിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. വൈഫൈ കണക്ട് ചെയ്യുകയാണെങ്കിലും അങ്ങനെ വലിയ നമുക്ക് പെർഫോമൻസിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അപ്പം നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഗെയിമൊന്ന് കളിച്ച് നോക്കാം. പബ്ജിനകത്ത് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പബ്ജി ഒന്ന് കളിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊരു അതിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ നാട്ടിലിപ്പോൾ നമ്മൾ UAE-ലായതുകൊണ്ടാണ് നമുക്കിവിടെ പബ്ജി കിട്ടുന്നത്. നാട്ടിൽ നമുക്ക് BGMI ആണല്ലോ കിട്ടുന്നത്. കാരണം ഇവിടെ പബ്ജി ബാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പബ്ജി കളിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനീഷ്യൽ ലോഡിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 സീസണൊക്കെ മാറിയിട്ടുണ്ട് S30. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഗെയിമൊന്നും കളിക്കാറില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു എല്ലാം ഓപ്പണായി വരുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഇപ്പോൾ നോർമൽ മാച്ചിലേക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് കൊടുത്തു. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ അത് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലോബിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഗെയിം കളിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമ്മൾ ഐഫോണിൽ ഇതേ ഗെയിം നമ്മൾ കളിച്ച് നോക്കിയായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്ത 16 Pro Maxൽ നമ്മൾ ഈ ഗെയിം നോക്കിയപ്പോൾ അതിൻ്റെ കോർണറെല്ലാം തന്നെ ഒരു ഓവൽ ഷേപ്പിലായതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഗെയിമിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗെയിമിലുള്ള എല്ലാ ഡേറ്റാസ് ഇൻഫർമേഷനെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. എഡ്ജെല്ലാം തന്നെ വളരെ ഷാർപ്പായിട്ടുണ്ട്. ഗെയിമിൻ്റെ എല്ലാ സെറ്റിങ്സും മെനു എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗെയിം പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്യൂവിൽ നമുക്ക് ഗെയിം കളിക്കാം. ഫോൺ ഹോൾഡ് ചെയ്യാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം സാധാ ഒരു ചെറിയ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും വലിയൊരു ഫോൺ ഹോൾഡ് ചെയ്യുന്ന അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇതിനങ്ങനെ വലിയ നമുക്ക് നോർമലി ഉള്ള സാംസങ്ങിൻ്റെ ബഡ്ജറ്റ് ഫോൺ പോലെയുള്ള ഒരു കട്ടി കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഗെയിമൊക്കെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഗ്രാഫിക്സ് എല്ലാം തന്നെ അതിനകത്ത് നമ്മൾ സെറ്റിങ്സ് ഒന്നും മാറ്റില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണതാണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. നമ്മൾ ആ സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിത് നോക്കുന്നത്.
അപ്പം നമുക്ക് ഓൾറെഡി ഈ ഒരു ഇത് ഇത് കിട്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇനി അടുത്ത ഗെയിമും കൂടി ഒന്ന് നോക്കാം. ഇതിനകത്ത് ഞാനിപ്പോൾ ഫ്രീ ഫയറും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണ ഫ്രീ ഫയർ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ ഗെയിം പ്ലേ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. കാരണം ഇനീഷ്യൽ ലോഡിങ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കാരണം അത് അതിൻ്റെ ഫയൽ ഡൗൺലോഡ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിലേ ആണ്. നമ്മൾ ഓൾറെഡി വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും അത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഡെയിലി ഗെയിം ഓപ്പൺ ആകാത്തതുകൊണ്ട് അത് അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ലോബിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു, മാച്ചിങ് ഓക്കെ, ഡയറക്റ്റ് മാച്ചിങ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും നമുക്ക് ഫ്രീ ഫയറിലും കിട്ടുന്നുണ്ട്. പബ്ജിയിലുള്ള പോലെ തന്നെ നമുക്ക് അത്രയും നല്ല ഒരു വിസിബിലിറ്റി, അതുപോലെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് നല്ല ഒരു ബെനിഫിറ്റ് ആവുന്നുണ്ട് ഗെയിമിൽ. ഇപ്പം നമുക്ക് ഇപ്പോൾ ഐഫോണിലൊക്കെ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഡൈനാമിക് ഐലൻഡ് ഇടതുവശത്തായിട്ട് ആ ഒരു പോർഷനിൽ അത്രയും ഒരു നിങ്ങളുടെ നമുക്ക് വെറുതെ യൂസ് ഇല്ലാത്ത രീതിയിൽ അത് വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ചെറിയൊരു ഡോട്ട് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്രയും കൂടി നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട് അവിടെ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും ഇവിടെ. ഈ രീതിയിലാണ് വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പാരച്യൂട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കിനി ലാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോൺ ഒരു വിധത്തിലാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഫ്രീ ഫയറിൽ. നമുക്ക് ഈ ഗ്രൗണ്ടിലെത്തി നമുക്ക് എനിമിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അവിടെ ബോട്ടുകളെല്ലാം വരുമോ നോക്കാം. ബോട്ടുകൾ നമുക്ക് ആദ്യം കിട്ടുള്ളൂ. അതേണ്ട ഒരു ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവൻ്റെ പുറകെ ഓടാം. അവനെ നമുക്ക് വെടിയിടാം. ഓക്കെ, അവൻ വീണിട്ടുണ്ട്. അവൻ്റെ എന്നെ ഉള്ളതെന്ന് നോട്ടെ, ലൂട്ട് എന്നെ ഉള്ളതെന്ന് നോട്ടെ. അവൻ്റെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ നമുക്ക് ഫ്രീ ഫയറിൻ്റെ ഇൻ്റർഫേസ് കിട്ടുന്നത്. രണ്ടും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. നമുക്ക് നല്ല രീതിയിലൊക്കെ നമുക്ക് ഗെയിം പ്ലേ ചെയ്യാൻ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സെറ്റിങ്സിൽ പോയാലും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ HDR മോഡൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാൻ പറ്റും. സ്ക്രീനിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ വീഡിയോ ചെയ്താൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോകും. അപ്പോൾ നമുക്കൊരു ഫോണിൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് പറയുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റിങ്സിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതും സെറ്റ് ചെയ്യാം. ഇതിൻ്റെ സൈഡെല്ലാം തന്നെ എഡ്ജെല്ലാം തന്നെ ഒക്കെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ സെറ്റിങ്സ്, അതേപോലെ താഴെ ഇതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള നമുക്ക് ഗെയിമിൻ്റെ എല്ലാ സെറ്റിങ്സും നമുക്ക് അടിപൊളിയായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കവർ ഇട്ടിട്ടുണ്ട് ഫോണിലേക്ക്. കവർ ഇട്ട് കഴിയുമ്പോൾ ഏകദേശം ഈ രീതിയിലാണ്, ഇത്രയും വലിപ്പമാണ് വരുന്നത്. നമ്മൾ ട്രാൻസ്പെറൻറ്റ് കവർ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.